പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹകാർമ്മികരായ സഹോദര വൈദികരെ, ഈ ബസലിക്ക ദൈവാലയത്തിൻ്റെ റെക്ടറായ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛ, മറ്റ് സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, ചരിത്രപ്രസിദ്ധമായ വൈപ്പിൻ ദ്വീപിൽ സ്ഥാപിതമായിട്ടുള്ള പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ഈ ബസലിക്കയുടെ മാധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നാം ഒന്ന് ചേർന്ന് വിശ്വാസപൂർവം കൃതജ്ഞതാ ബലി അർപ്പിക്കുവാൻ പോവുകയാണ്. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇടവകയിൽ നിന്നുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ പ്രദേശവാസികൾ മഞ്ഞുമാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും, കടലിലൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്കും, അതുപോലെ തന്നെ എല്ലാവിധത്തിലും ഈ മഞ്ഞുമാതാവിൻ്റെ ഭക്തരായ എല്ലാവർക്കും ആത്മാർത്ഥമായി നേരുകയാണ്. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒത്തിരിയേറെ വിശ്വാസികളാണ് ഈ ബസിലിക്കയിലേക്ക് കടന്നു വരുന്നത്. ദൈവം പ്രത്യേകമായ വിധത്തിൽ തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയം നമ്മെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുമാതാവ് നമുക്കെല്ലാവർക്കും സംരക്ഷണം നൽകുന്നു. നമ്മെ എല്ലാവരെയും നമ്മുടെ അപേക്ഷകൾ ശ്രവിച്ചുകൊണ്ട് ദൈവത്തിന് മുന്നിൽ മാധ്യസ്ഥം വഹിക്കുന്നു. ആ മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകാൻ വേണ്ടിയാണ്. നാം എല്ലാവരും പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് ഭക്തിപൂർവം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഒരു കാലത്ത് ഇതിൻ്റെ ചരിത്രത്തിൽ ശത്രുകരങ്ങളിൽ നിന്ന് ഈ പ്രദേശവാസികളെ, പ്രദേശത്തെ മുഴുവനും ജനങ്ങളെയും കാത്ത് സംരക്ഷിച്ച പരിശുദ്ധ കന്യകാമറിയം ഈ കാലയളവിലും നമ്മോടൊപ്പം നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ അനുദിനം വളരുവാനും, പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ സന്ധ്യാ പ്രാർത്ഥന എത്തിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ആ വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിന് നമ്മെ സഹായിക്കുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന പ്രസിദ്ധേന്ത്യ കുടുംബത്തിനും അവരുടെ എല്ലാ ബന്ധുക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായം എന്നും അനുഭവവേദ്യമാകട്ടെ. ശത്രുകരങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും പരിശുദ്ധ മാതാവ് എന്നും കാത്ത് സംരക്ഷിക്കത്തക്ക വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി ആ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട്
ആ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധ മഞ്ഞുമാതാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന ഈ ദിവ്യബലി ഭക്തിയോടെ അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ഈ ദിവ്യയാഗം യഥായോഗ്യം അർപ്പിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെക്കുറിച്ച് ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സ്തുതിക്കും
പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ വചനം വസിക്കാനായി പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകാ ഉദരത്തെ തിരഞ്ഞെടുക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ അമ്മയുടെ സംരക്ഷണത്താൽ സുരക്ഷിതരായി പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണം. ൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 61 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ പിൻതലമുറയും ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. പരിശുദ്ധ കന്യാമറിയം നിത്യപിതാവിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. പരിശുദ്ധ കന്യാമറിയം നിത്യപിതാവിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ കന്യാമറിയം നിത്യപിതാവിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തിയുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പരിശുദ്ധ കന്യാമറിയം നിത്യപിതാവിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്താൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. പരിശുദ്ധ കന്യാമറിയം നിത്യപിതാവിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പരിശുദ്ധ കന്യാമറിയം നിത്യപിതാവിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കും ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ
പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ കന്യകാമറിയം നിത്യപിതാവിൻ്റെ നിത്യപിതാവിന്റെ തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. നമ്മുടെ ദൈവമായ ക്രിസ്തുവാകുന്ന നീതിസൂര്യന് ജന്മം നൽകിയ നീ അനുഗ്രഹീതയാണ്, എല്ലാ സ്തുതികൾക്കും അർഹയാണ്. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിസ്ലൂക്കായുടെ വിസുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കിലേക്ക് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയൻ ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്നി പറയുന്നിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവിടെ മുമ്പിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ.
ഇന്നത്തെ പൊന്തിഫിക്കൽ ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികനും കോട്ടപ്പുറം രൂപതയുടെ ശില്പിയുമായ അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവേ, നമ്മുടെ ഈ ബസിലിക്ക ദേവാലയത്തിൻ്റെ റെക്ടറായിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ആന്റണി കുരിശിങ്കലച്ച, തിരുത്തിപ്പുറം ഫൊറോന വികാരി ജോസഫ് മുള്ളാട്ടുപുറമച്ച, എന്നാൽ തറയിൽ ഏകദേശം 20ഓളം വൈദികരുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ വൈദികരുണ്ട്, റോമിൽ നിന്നെത്തിയവരുണ്ട്, അരുണാചലിലെ മിയാവു ഡയസിൽ നിന്നെത്തിയവരുണ്ട്, നാഗപ്പൂർ ഡയസിൽ നിന്നെത്തിയവരുണ്ട്. ഈ ഇടവകയിലെ ഈ അമ്മയുടെ മക്കളായ വൈദികരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അസിസ്റ്റൻ്റ് വൈദികരായ രണ്ടച്ഛന്മാരുണ്ട്. അങ്ങനെ നമ്മുടെ അൾത്താര വൈദികരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മോടൊപ്പമായിരിക്കുന്ന സിസ്റ്റേഴ്സ്, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തിമാരെ, അമ്മയുടെ മക്കളായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ദേവാലയത്തിൽ ഒരു ദിവസമെങ്കിലും തിരുനാളിന് വരണമെന്ന്. വൈദികനായിട്ട് 15 വർഷത്തോളമായി ഒരിക്കൽ പോലും തിരുനാളിന് എത്തിച്ചേരാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്ന് ആഗ്രഹം പൂർത്തിയായി. അമ്മയോട് നന്ദി പറയുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭീതിയാൽ നിറഞ്ഞിരുന്ന നമ്മുടെ പൂർവികർക്ക് കോടമഞ്ഞിൻ്റെ സംരക്ഷണം നൽകി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തിയ ഇടത്തിലാണ് നമ്മളായിരിക്കുക. ആ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. ഇന്ന് ഈ തിരുനാൾ നമ്മൾ മാത്രമല്ല ആഘോഷിക്കുന്നത്, മറിച്ച് ആഗോള കത്തോലിക്ക സഭ മുഴുവനുമാണ്. റോമിലെ എസ്കിലിൻ കുന്നുകളിൽ ഇവിടെ എപ്രകാരമാണോ മഞ്ഞ് പെയ്ത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ചത്, അതുപോലെ വലിയൊരു നിർമ്മിതിയുടെ അടയാളമായി ദൈവത്തിൻ്റെ സാന്നിധ്യമായി റോമിലെ എസ്കിലിൻ കുന്നുകളിലും മഞ്ഞ് പെയ്തിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 4-ാം നൂറ്റാണ്ടിലാണ് റോമിലെ ജോണിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആ ദൈവത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ലഭിച്ചത്. ഒരുപാട് സമ്പത്തും വലിയ സ്ഥാനമാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നവർക്ക്, പക്ഷേ മക്കൾ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ സമ്പത്ത് മുഴുവൻ എപ്രകാരം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി ഈ സമ്പത്ത് മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് ദാനം ചെയ്യാൻ. പക്ഷേ അത് ഏതു രീതിയിൽ ചെയ്യണമെന്നറിയാൻ പാടില്ല. അങ്ങനെ അസ്വസ്ഥതകളുമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് റോമിലെ ജോണിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതോടൊപ്പം തന്നെ അന്നത്തെ സഭയുടെ തലവനായ ലിബേരിയൂസ് പാപ്പയ്ക്കും പരിശുദ്ധ അമ്മയുടെ ദർശനം സ്വപ്നത്തിൽ ലഭിക്കുകയാണ്. അമ്മ പറഞ്ഞത് പ്രകാരമാണ്, നാളെ അതിരാവിലെ എസ്കിലിൻ കുന്നുകളിലേക്ക് പോകുക, അവിടെ നിങ്ങൾക്കൊരു ദർശനം കാണാൻ സാധിക്കും. കടുത്ത വേനൽക്കാലമായിരുന്നു. ആ വേനൽക്കാലത്തിൻ്റെ നടുവിൽ പരിശുദ്ധ പാപ്പയും ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ വിശ്വാസികളും ഒന്നു ചേർന്ന് ഈ എസ്കിലിൻ കുന്നുകളിലേക്ക് യാത്രയാവുകയാണ്. വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. കുന്നുകളിൽ അകലെ നിന്ന് നോക്കുമ്പോൾ അത് ആ വേനൽക്കാലത്ത് ശക്തമായിട്ടുള്ള മഞ്ഞ് ആ എസ്കിലിൻ കുന്നുകളിൽ വീണ്ടു കിടക്കുകയാണ്. ശക്തമായിട്ടുള്ള കോടൽ മഞ്ഞ്. ആ മഞ്ഞിൽ നിന്നും അവർക്കൊരു തീരുമാനം ലഭിക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ള ദേവാലയം പണിയുന്നത്. ഏറ്റവും വലിയൊരു ദേവാലയം
സാന്താ മരിയ മജോറ ബസിലിക്ക. പരിശുദ്ധ അമ്മയുടെ കോടമഞ്ഞിൻ്റെ സംരക്ഷണം ലഭിച്ച, അല്ലെങ്കിൽ ദൈവിക വെളിപാട് ലഭിച്ച ഇടമായിരുന്നു എസ്കിലേൻ കുന്നുകളെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ ഈ മണ്ണിൽ പരിശുദ്ധ അമ്മ അതേപോലെ തന്നെ കോടമഞ്ഞിറക്കി ദൈവിക സംരക്ഷണം നൽകുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ആക്രമിക്കുന്ന കാലഘട്ടം ഒത്തിരിയേറെ ദേവാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഈ ചരിത്രം നിങ്ങൾക്കറിയാം. തരിപ്പണമാക്കി ഇങ്ങോട്ട് വരുന്നു. ഒടുവിൽ പള്ളിപ്പുറം ദേവാലയം തകർക്കാനുള്ള മോഹത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ പൂർവ്വിയുടെ കയ്യിൽ ആയുധങ്ങളില്ല, സൈന്യബലമില്ല. ആകെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയോടുള്ള നെഞ്ചുരുകുള്ള പ്രാർത്ഥന മാത്രമാണ്. കണ്ണീരോടെ ആ മക്കള് ഈ ദേവാലയത്തിൽ വന്ന് തങ്ങൾക്കും ദേവാലയത്തിനും സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾക്കുള്ള വലിയൊരു ഉത്തരമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമായിരുന്നു ആ കോടമഞ്ഞ്. ടിപ്പു തിരിച്ചു പോവുകയാണ്. ഈ കോടമഞ്ഞ് കണ്ടപ്പോൾ കടലിൻ്റെ അറ്റമാണെന്ന്, കടലിൻ്റെ ഒരു ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് തിരിച്ചു പോകുന്നു. അമ്മയുടെ സംരക്ഷണം ലഭിച്ച വലിയൊരു ഇടത്തിലാണ്, വലിയൊരു ദേവാലയത്തിലാണ്, ബസിലിക്കയിലാണ് തീർത്ഥാടകരായി നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. ആ അമ്മ പകർന്നെന്ന വിശ്വാസം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആണ് ഓരോ ദിവസവും നമ്മുടെ യാത്ര തുടരുക. കടലിലേക്ക് ഇറങ്ങുമ്പോഴും മറ്റ് ജോലിക്കായിട്ട് ഇറങ്ങുമ്പോഴും അമ്മയോടുള്ള ആ ഭക്തി, ശക്തമായിട്ടുള്ള വിശ്വാസം നമ്മുടെ കരുത്താണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തിന് വ്യതിയാനം വരുന്നുണ്ട്. അമ്മ നൽകിയ ആ സംരക്ഷണം ചരിത്രത്തിൽ 2 സ്ഥലത്ത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, 2 സ്ഥലത്ത് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള സംരക്ഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടായിരിക്കണം. നമുക്ക് ലഭിച്ച, പൂർവികരായിട്ട് പകർന്നു ലഭിച്ച ആ വിശ്വാസം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതമൊക്കെ വൃഥാവിലായിത്തീരും. എന്താണ് നമ്മുടെ വിശ്വാസത്തിന് സംഭവിച്ചത്? വിശ്വാസം ഒരുപക്ഷെ നമ്മൾ സ്കൂളിൽ പോകാറുണ്ട് അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ അവിടെ പാഠഭാഗങ്ങൾ ഓരോന്നായിട്ട് അഭ്യസിക്കാറുണ്ട്. ആ പാഠഭാഗങ്ങൾ എങ്ങനെയാണ്? അവിടെ കൃത്യമായിട്ട് ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട്, യുക്തിയുടെ അടിസ്ഥാനമുണ്ട്. ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ഓരോന്ന് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ തികച്ചും ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ നമ്മുടെ സൺഡേ സ്കൂളിനെ, മതബോധനത്തെ, വിശ്വാസത്തെ കാണാൻ തുടങ്ങിയാൽ അവിടെ തീർന്നു. അവിടെ വിശ്വാസത്തിൻ്റെ ആ വലിയ വടവൃക്ഷത്തിന്, അതിൻ്റെ തായ്വേരിന് കോടാലി വെച്ച് കഴിഞ്ഞെന്ന് പറയാം. വിശ്വാസത്തെ കാണുന്ന യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ അഭ്യസിക്കുന്നത് പോലെയല്ല, മറിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കൾക്ക് ചാരയിരുത്തി പകർന്നു കൊടുക്കണം. 5-ാം വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴാണ്, മതബോധനത്തിൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ വിശ്വാസം അഭ്യസിക്കേണ്ടത്? അല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ആഴം പകർന്നു കൊടുക്കണം. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വളരുക. പണ്ടൊക്കെ നമ്മൾ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ പോലും ഈശോ രക്ഷിക്കാമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആരെങ്കിലും അത് പറയാറുണ്ടോ? പറയാറില്ല. അതിൻ്റെ കാര്യമില്ല. കാരണം അതൊക്കെ നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതൊന്നും വരുന്നില്ല. മറിച്ച് എന്താ സംഭവിക്കുന്നത്? നേരെ ആശുപത്രിയിലേക്ക് ഓടുകയും, അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് വലിയ രോഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മാതാവിനോടൊന്നും ചിലപ്പോൾ ചോദിക്കാതെ നിൽക്കുന്നില്ല, നേരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വ്യാപരിക്കും. മാതാപിതാക്കന്മാരെ ചാരി ഇരുത്തി നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ വേരുകൾ നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് കയറി ചെല്ലും. കോവിഡ് കാലം ഉണ്ടായിരുന്നല്ലേ? നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ട ദിനങ്ങളായിരുന്നു. ദേവാലയങ്ങളൊക്കെ അടയ്ക്കപ്പെട്ടെങ്കിലും എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. വൈദികരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് വൈദികരുണ്ടെങ്കിൽ ആ ദേവാലയത്തിലൊക്കെ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ വിശ്വാസത്തിന് വലിയ ക്ഷതമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ വിശ്വാസം ഇല്ലാതായി പോകുന്നുണ്ട്.
ഇക്കാലത്ത് യുവതീവാക്കന്മാരോട് ഇടപെടുമ്പോൾ കേൾക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. എന്തിനാച്ചാ നമ്മൾ വിശ്വാസികളായിട്ട് ജീവിക്കുന്നത്? ഞങ്ങൾ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചോളാം. വിശ്വാസം വേണ്ട എന്നാണ് യുവതീവാക്കന്മാരൊക്കെ ചിലരൊക്കെ പറഞ്ഞു വെക്കുന്നത്. വേണ്ട. കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ അടിസ്ഥാനം ഏറ്റവും ശക്തമായിട്ടായിരിക്കും. അതായത് കാറ്റൂതിയാലും വെള്ളപ്പൊക്കമുണ്ടായാലും അവളെ തകർക്കാനായിട്ട് സാധിക്കില്ല. പാറമേൽ ഭവനം പണിതവൻ തുല്യനായിരിക്കുമെന്നാണ് പറയുന്നത്. പാറമേൽ ഭവനം പണിയുമ്പോൾ എന്താണ്? ഒന്നിനും തകർക്കാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ, യഥാർത്ഥ വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ ഒന്നിനും അവരുടെ ജീവിതത്തെ ബാധിക്കില്ല, ഒന്നും അവരെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥൻ അങ്ങ് കുരിശിലാണ്, കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ ജീവിതത്തിലെ കുരിശുകൾ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കുരിശുകൾ മാറ്റിത്തരോ കർത്താവ്? കുരിശുകൾ മാറ്റിത്തരോ? ഒരു പ്രതീക്ഷയും വേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഒരു കുരിശും കർത്താവ് മാറ്റിത്തരില്ല. മറിച്ച് നമ്മൾ നിരന്തരമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുരിശിന്റെ ഭാരം ലഘൂകരിക്കും. 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നില്ലേ? ക്രിസ്തുവിനെ പിൻചെന്നവരാണോ? ഒരുപാട് സ്ഥാനങ്ങൾ ലഭിക്കുമെന്നോ മന്ത്രിയാകുമെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈശോയെ പിൻചെന്നവരാണ്. ഒരാൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചോ? ഒരാൾക്ക് ലഭിച്ചില്ല. 12 അപ്പോസ്തലന്മാർ, ഒരാള് തൂങ്ങിച്ചത്തു, തീർന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ബാക്കി 11 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അതിൽ 10 പേരും ഒരാൾ പോലും മര്യാദയ്ക്ക് മരിച്ചില്ല. പല രീതിയിൽ കുരിശിൽ ചരിച്ചു കിടച്ച് തല കീഴായിട്ട് കിടത്തി ശിരസ് ഛേദിച്ചു കളഞ്ഞു. അവസാനം യോഹന്നാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെങ്കിലും മര്യാദയ്ക്ക് മരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ നാടുകടത്തി. പിന്നീട് കൊളോസയത്തിലൊക്കെ പോകുമ്പോൾ, ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടുള്ളൂ, കൊളോസയത്തിൻ്റെ ഒക്കെ മണ്ണിൽ അവിടെ രക്തത്തിൻ്റെ രൂക്ഷ ഗന്ധമുണ്ട്. ആ മണ്ണിൽ രക്തം കിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് അപ്പോസ്തലന്മാരുടെയും ആദിമ ക്രൈസ്തവര് ഓരോരുത്തരായിട്ട് കൊന്നൊടുക്കിയപ്പോൾ കത്തിക്കാളുന്ന തീപ്പന്തങ്ങളായി ഓരോ മക്കളെയും തെരുവീതികളിൽ കുത്തി നിർത്തപ്പെട്ടു. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി. ഒരാൾ പോലും തങ്ങളുടെ വിശ്വാസം ത്യജിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ആ വിശ്വാസം ശക്തമായിട്ട് പ്രഘോഷിച്ചു. അങ്ങ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു. നമ്മൾക്ക് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തി. 2.3% കത്തോലിക്കരുള്ളൂ. ഈ കത്തോലിക്ക വിശ്വാസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ, ഭയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരായിരിക്കും? ക്രിസ്തുവുണ്ട്. എന്തു വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്ത് ദുഃഖങ്ങൾ വന്നാലും ആ ക്രിസ്തു തങ്ങളെ മാറോട് ചേർത്ത് നിർത്തുമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ വിശ്വാസത്തിലാണ് ഓരോ മക്കളും, ഓരോ സിസ്റ്റേഴ്സും, വൈദികരും, നമ്മൾ ഓരോരുത്തരും ഇറങ്ങിപ്പുറപ്പെടുന്നത്. അവരെ ഈ 2.3% പേടിക്കാൻ തുടങ്ങിയാൽ ഒരു സ്ഥലത്തും അവർ എത്തിച്ചേരില്ല. മറിച്ച് നമ്മുടെ വിശ്വാസം ഇതേ രീതിയിൽ തന്നെ പോകും. നിർബന്ധിത മതപരിവർത്തനം ഒരു സ്ഥലത്തും സംഭവിക്കുന്നില്ല. മറിച്ച് നമ്മുടെ വിശ്വാസത്തിൽ ആകൃഷ്ടരായി ഓരോ മക്കൾ മുന്നോട്ട് വന്നാൽ അവർക്ക് കത്തോലിക്ക വിശ്വാസം നീട്ടിക്കൊടുക്കും. ആ മക്കൾ അതിൽ ജീവിക്കും. ഒരാൾക്കും നിർബന്ധിത വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവിനെയാണ്, കുരിശിൽ കയറിയ കർത്താവിൻ്റെ അടുത്ത് വന്ന് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലിക വിരാമം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ താങ്ങാനുള്ള ശക്തി ആ കർത്താവ് നമുക്ക് നൽകും. നമ്മൾ സാധാരണയായിട്ട് മക്കളായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ മാമോദിസ കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ദേവാലയത്തിൽ കൊണ്ടു ചെല്ലുക. ചിലപ്പോൾ ചില ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ കൊണ്ടു ചെല്ലാം. അതിനപ്പുറമൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഭൗതികമായിട്ടുള്ള അറിവ് അടിച്ചേൽപ്പിക്കാനുള്ള തത്രപ്പാടിൽ യഥാർത്ഥ വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ വീഴ്ച വരാറുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഈ കുഞ്ഞുമക്കൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓരോ ദിവസവും നിങ്ങൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഈ കുഞ്ഞുമക്കളെ നമ്മുടെ ചേരിൽ നിർത്തണം. അവരെ കൂട്ടിക്കൊണ്ടു പോകണം. കുഞ്ഞുമക്കളാണെങ്കിലും അവർ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ
പ്രാർത്ഥനകൾ കാണുന്നു, വൈദികൻ്റെ ദിവ്യബലി അർപ്പണം കാണുന്നു, കുന്തിരിക്കത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു, ഗായകർ ഗാനം ആലപിക്കുന്നു, മറ്റുള്ളവർ വചനം പങ്കുവെക്കുന്നു. ഇങ്ങനെ ഓരോന്നായിട്ട് കാണുമ്പോൾ ആ കുഞ്ഞുമക്കളുടെ അവൻ്റെയും അവളുടെയും ഹൃദയത്തിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വേരുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ, ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ വൈകി തിരിച്ച് വീട്ടിലെത്തിയെന്ന് വിചാരിക്കുക. എത്തിക്കഴിയുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഒഴിവാക്കുന്നത്? ആദ്യം തന്നെ എന്തായിരിക്കും ഒഴിവാക്കുന്നത്? കൊന്ത ഒഴിവാക്കും, അല്ലേ? കുഞ്ഞ് കിടന്നുറങ്ങുകയായിരിക്കും, അവനെ കുത്തി വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ വായിൽ കുറേ ഭക്ഷണം തിരികെ കയറ്റി അവനെ കിടത്തി ഓർക്കും, അവളെ കിടത്തി ഓർക്കും. അത് കൃത്യമായിട്ട് ചെയ്യും, ഭക്ഷണം കഴിക്കും, പക്ഷേ പ്രാർത്ഥന അങ്ങോട്ട് മാറ്റിവെക്കും. അപ്പോൾ ആ കുഞ്ഞുമകൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കണം. നമ്മുടെ കുഞ്ഞുമക്കള് ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. തിരിച്ചു വരുമ്പോൾ അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആ പ്രാർത്ഥന കൃത്യമായിട്ട്, വിശ്വാസം കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ അമ്മയുടെ വിശ്വാസം നമ്മളിലൂടെ അവർക്കും കൊടുക്കുകയാണ്. ഇന്ന് മാതാപിതാക്കന്മാർ കുറെ അസ്വസ്ഥരാണ്. മക്കൾ പുറത്തോട്ട് പഠിക്കാൻ പോവുകയാണ്. മാംഗ്ലൂരോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റിടങ്ങളിലും പഠിക്കാൻ പോകുന്നുണ്ട്. പഠിക്കാൻ പോകുമ്പോൾ ഓരോ മാതാപിതാക്കന്മാർക്കും അസ്വസ്ഥതയാണ്, ആശങ്കയാണ്. ഈ മകൾ എവിടെ പോയി ചെന്നുപെടും? ഇവർക്കൊരു ജോലി കിട്ടോ? അല്ലെങ്കിൽ ഇവർ നല്ല രീതിയിൽ ജീവിക്കോ? ഇവരുടെ ജീവിതം എങ്ങനെയായി മാറുമെന്ന അസ്വസ്ഥതയാണ്. ഈ അസ്വസ്ഥത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മക്കൾക്ക് ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം കൊടുക്കുമ്പോഴാണ് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത്. മറിച്ച് ഈ ഭൗതികമായ അറിവ് പകർന്നതോടൊപ്പം തന്നെ ഈ മക്കൾക്ക് ഈ പ്രാഥമിക വിശ്വാസം, അമ്മ നമുക്ക് നൽകിയ ആ വിശ്വാസത്തിൻ്റെ കരുത്ത്, ശക്തി ഈ മക്കൾക്ക് പകർന്നു കൊടുത്താൽ നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ലെന്നേ. ഒരിക്കലും ആകുലപ്പെടേണ്ട കാര്യമില്ല. ആ മകൾ എവിടെ പോയാലും അവൻ പ്രാർത്ഥനയിൽ ആശ്രയിക്കും, അമ്മയിൽ ആശ്രയിക്കും, കർത്താവിൽ ആശ്രയിക്കും. അവൾ അതേപോലെ തന്നെ തിരിച്ചു വരും. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. എല്ലാ യോഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതൻ, ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കത്തോലിക്ക തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിനെയും ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിനെയും വചനം നമുക്കായി പകുത്തു നൽകിയ ബഹുമാനപ്പെട്ട ജോബി കാട്ടാശ്ശേരി അച്ഛനെയും മറ്റെല്ലാ മെത്രാന്മാരെയും കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി
ദൈവജനത്തെ നയിക്കാനുള്ള ജ്ഞാനവും വിവേകവും ആത്മീയ വരദാനങ്ങളും ആയുരാരോഗ്യവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൃപാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നല്ല വൈദികരെ എന്നും ഞങ്ങൾക്ക് നൽകുന്ന നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ തിരുനാൾ ഏറ്റവും ഫലദായകവും ആത്മീയവുമാക്കി തീർക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്ന ഈ ബസിലിക്കയിലെ റെക്ടറായ ബഹുമാനപ്പെട്ട ആന്റണി കുരിശിങ്കലച്ചനെയും ഈ തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കൊച്ചച്ചന്മാരായ ബഹുമാനപ്പെട്ട സിൻഡോ അച്ഛനെയും ജോമിറ്റച്ചനെയും സഹകാർമ്മികരെയും സന്യസ്തരെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയ്ക്കുകയും ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവനന്മ സ്വരൂപനായ ദൈവമേ, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശ്വാസത്തിലും ദൈവ ഭയത്തിലും പ്രാർത്ഥന അരൂപിയിലും വളർന്നു വരുവാനും ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനും നല്ല ജോലി ലഭിക്കാനും അവരെ അനുഗ്രഹിക്കുകയും അതോടൊപ്പം ഈ ബസിലിക്ക കുടുംബത്തിലെ എല്ലാ മക്കളും പ്രാർത്ഥനാരൂപിയിലും വിശ്വാസത്തിലും ഉയർന്നു വരുവാൻ അവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, എല്ലാ രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും എല്ലാ തൊഴിലാളികളെയും ഏറെ പ്രത്യേകിച്ച് മത്സ്യബന്ധനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും വിദേശത്തായിരിക്കുന്നവരെയും സമർപ്പിക്കുന്നു. രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകണമേ. എല്ലാ തൊഴിലാളികൾക്കും ആരോഗ്യവും തൊഴിൽ സാധ്യതകളും ആനുകൂല്യ കാലാവസ്ഥയെ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ഈ തിരുനാളവസരത്തിൽ ഇവിടെ വന്നുപോകുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ മക്കളിലും മഞ്ഞുമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകട്ടെ. അതുവഴി അനേകർ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും രോഗസൗഖ്യം പ്രാപിക്കുവാനും കടബാധ്യതകൾ മാറുവാനും മറ്റുള്ള നിയോഗങ്ങളെല്ലാം ഫലപ്രാപ്തി ഉണ്ടാകുവാനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും പുനരുദ്ധാനത്തിൻ്റെയും നാഥനായ പിതാവേ, എല്ലാ മരണമടഞ്ഞ ആത്മാക്കളെയും ആൽബർട്ട്, ഫാത്തിമ എന്നിവരുടെ ആത്മാക്കളെയും വലിയ മരത്തിങ്കൽ പിനേറോ കുടുംബത്തിൽ നിന്നും മരണമടഞ്ഞ എല്ലാ പൂർവികരുടെയും ആത്മാക്കളെയും സമർപ്പിക്കുന്നു. അവർ ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് നിത്യജീവൻ നൽകി അങ്ങയുടെ സന്നിധിയിൽ ചേർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണ്. അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മാറ്റത്തിന്റെ സ്വഭാവങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ
മധ്യ